നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഇതെന്തു പറ്റി? പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഒന്നൊന്നായി മറന്നുപോകുകയാണ്. ഒരിക്കൽ പറഞ്ഞ കാര്യമല്ല അദ്ദേഹം പിന്നീട് പറയുന്നത്. ഒരു സമയം കഴിഞ്ഞാൽ ആ പറഞ്ഞതൊക്കെ മറന്ന് താൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് അദ്ദേഹം ആണയിടും. താൻ പറഞ്ഞിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ മാസ് ഡയലോഗുകളും അടിക്കും. ഒറ്റ തന്തയ്ക്ക് പിറന്ന താൻ വാക്ക് മാറ്റി പറയില്ല എന്നൊക്കെയാണ് കേന്ദ്രമന്ത്രിയുടെ മൊഴിമുത്തുകൾ. അങ്ങനെ പറഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. അടുത്തിടെയായി സുരേഷ് ഗോപി നടത്തിയ പല പ്രസ്താവനകളും ഇത്തരത്തിൽ പറഞ്ഞത് മാറ്റിപ്പറയുന്ന രീതിയിലാണ്. എയിംസ് ആയാലും കൊച്ചി മെട്രോ ആയാലും എല്ലാം പറഞ്ഞും മാറ്റിപ്പറഞ്ഞും നാട്ടുഭാഷയിൽ പറഞ്ഞാൽ വള്ളി പിടിക്കുക എന്ന വാക്ക് ഏറ്റവും അന്വർത്ഥമാക്കുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണ്. ഇതൊക്കെയാണെങ്കിലോ വല്ലാത്ത പൊല്ലാപ്പുണ്ടാക്കുന്നത് പാർട്ടിക്കും. ഏറ്റവും ഒടുവിൽ കൊച്ചി മെട്രോ തൃശൂരുമായി ബന്ധിപ്പിക്കുമെന്ന 6 വർഷം മുൻപത്തെ ഒരു പ്രസ്താവനയാണ് സുരേഷ് ഗോപിയുടെ കഴുത്തിൽ പാമ്പായി ചുറ്റിയിരിക്കുന്നത്. വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ടു എന്നൊക്കെ പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കുന്ന സമയത്താണ് സുരേഷ് ഗോപി കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടുമെന്നൊക്കെ തട്ടിവിട്ടത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു വിമർശകർ കള്ളം പറയുകയാണ്, താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ. ഒപ്പം ഒരു കൊലമാസ് ഡയലോഗും. ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണ് എന്നും വാക്ക് മാറില്ല എന്നും. പക്ഷേ മനുഷ്യന്മാർക്കല്ലേ കള്ളം പറയാൻ പറ്റൂ? സോഷ്യൽ മീഡിയയിൽ സുരേഷ് ജി തന്നെ പോസ്റ്റ് ചെയ്ത കുറിപ്പ് കള്ളം പറയില്ലല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ കേന്ദ്രമന്ത്രി കള്ളം പറയുന്നു എന്ന് വരില്ലേ? എന്താണ് വസ്തുത? ദൂരത്തെ കീഴടക്കുന്ന യാത്ര ചെയ്യാനുള്ള നമ്മുടെ യുദ്ധം നിത്യജീവിതത്തിലെ തലവേദനയായിരിക്കുന്നുവെന്നും തൃശൂർ എറണാകുളം യാത്രാ ദുരിതത്തിന് പരിഹാരമായി കൊച്ചി മെട്രോയെ തൃശൂരുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് എന്നുമായിരുന്നു 2019 ഏപ്രിൽ 10 ഫേസ്ബുക്കിൽ സുരേഷ് ഗോപി പോസ്റ്റ് ഇട്ടത്. സംഗതി പോസ്റ്റ് ഇട്ടതല്ലാതെ നമ്മുടെ കേന്ദ്രമന്ത്രിക്ക് അതൊന്നും ഓർമ്മയില്ല കേട്ടോ. 2019 തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ അദ്ദേഹം അതെല്ലാം മറന്നു. 2024 ജയിച്ച് കേന്ദ്രമന്ത്രിയുമായി വികസനം ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറെ കലിംഗ് കോലാഹലങ്ങളും സംഘടിപ്പിച്ച് പാളിയിരിക്കുമ്പോൾ ആരോ ഇതൊന്ന് ഓർമ്മിപ്പിച്ചു. ഉടനെ വന്നു മറുപടി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. പാവം, പണ്ട് KM ബഷീർ എന്ന മാധ്യമ പ്രവർത്തകനെ കാറിടിച്ചു കൊന്ന ശ്രീറാം വെങ്കിട്ടരാമിന്റെ അതേ അസുഖമാകും നമ്മുടെ സുരേഷ് ഗോപിജിക്കും. റെട്രോഗ്രേഡ് അംനേഷ്യ, എല്ലാം മറന്നുപോയി. പക്ഷേ നമ്മുടെ നാട്ടിലെ നെറ്റിസൻസ് അല്ലേ പഴയതൊക്കെ കുത്തിപ്പൊക്കി. പോസ്റ്റ് മുക്കിയിട്ട് വേണ്ടേ അണ്ണ ഡയലോഗ് അടിക്കാൻ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം. എന്നാൽ കൊച്ചി മെട്രോ സർവീസ് തൃശൂരുമായി ബന്ധിപ്പിക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നും അങ്കമാലി വരെ മെട്രോ പാത എത്തിയ ശേഷം ഉപപാതയായി പാലിയേക്കര കടന്ന് കോയമ്പത്തൂരിലേക്ക് പോകണമെന്നാണ് താൻ പറഞ്ഞത് എന്നും മറ്റൊരു ഉപപാത നാട്ടിക, തൃപ്രയാർ, ഗുരുവായൂർ വഴി താനൂരിലും എത്തണമെന്നുമാണ് താൻ പറഞ്ഞത് എന്നുമാണ് മന്ത്രി പറയുന്നത്. പോസ്റ്റ് കുത്തിപ്പൊക്കിയ നെറ്റിസൻസിന്റെ കമന്റുകളാണ് അതിലേറെ രസകരം. ഉള്ള കാര്യം പറയാം, ഞങ്ങളുടെ തമ്പുരാൻ ചെറുതായൊന്ന് മറന്നുപോയതാ എന്നാണ് ഒരാളുടെ പരിഹാസം. പറഞ്ഞില്ലല്ലോ, എഴുതിയതല്ലേ എന്നാണ് മറ്റൊരാളുടെ കമന്റ്. എന്തായാലും സുരേഷ് ഗോപിയുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച. തൃശൂരിൽ എയിംസ് വരുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ പുലിവാല് പിടിച്ചത് മെട്രോയിൽ ബഹിരാകാശത്തേക്ക് പോകുന്നതിന് തൊട്ടു മുൻപാണ്. ആദ്യം തൃശൂരിൽ എയിംസ് കൊണ്ടുവരുമെന്ന് വാദിച്ചു. പിന്നീട് സംസ്ഥാനം താല്പര്യം കാണിക്കുന്നില്ലെന്നും താൻ അത് തമിഴ്നാടിന് കൊടുക്കുമെന്നും പറഞ്ഞു. ഇപ്പോൾ പറയുന്നു എയിംസ് തൃശൂരിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടില്ല എന്നും ആലപ്പുഴയ്ക്ക് കൊടുക്കാനാണ് താൻ ആദ്യമേ പറഞ്ഞത് എന്നും. ഒരു പടി കൂടി കടന്ന് ആലപ്പുഴയ്ക്ക് എയിംസ് ലഭിക്കാൻ തൃശൂറുകാർ പ്രാർത്ഥിക്കണം എന്നുകൂടി സുരേഷ് ഗോപി പറഞ്ഞു വെച്ചു. എയിംസ് ആലപ്പുഴയ്ക്ക് കൊടുക്കാൻ ഒരു കാരണവും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസം കൊണ്ട് തുലഞ്ഞുപോയ നാടാണത്രേ ആലപ്പുഴ. അവരെ കരകയറ്റാൻ എയിംസ് അവിടെ വേണം. തൃശൂരിൽ നിന്നും MP ആകുന്നതിന് മുൻപ് തന്നെ ഇക്കാര്യം അദ്ദേഹം പറഞ്ഞതാണത്രേ. രാഷ്ട്രീയവും പ്രാദേശികതയുമല്ല ഇതൊന്നും. MP എന്ന നിലയിൽ തൃശൂരിൽ എയിംസ് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിലും താൻ ഒരു കേരളീയൻ എന്ന നിലയിൽ കീഴ്പ്പെട്ടുപോയ ആലപ്പുഴയുടെ ഉദ്ധാരണമാണ് ലക്ഷ്യമെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. ഏതാനും ദിവസം മുൻപ് കലിംഗ് കോലാഹലത്തിൽ അദ്ദേഹം കുറച്ചുകൂടി കടന്നു പറഞ്ഞത് എയിംസ് തൃശൂരിൽ കൊണ്ടുവരുമെന്ന് താൻ പറഞ്ഞുവെന്ന് തെളിയിച്ചാൽ രാജിവെക്കും എന്നൊക്കെയായിരുന്നു. കേട്ടപാതി മണിക്കൂറുകൾക്കകം പഴയ വീഡിയോ കുത്തിപ്പൊക്കി. സുരേഷ് ഗോപി ഇപ്പോഴും കേന്ദ്രമന്ത്രിയാണ്, രാജിവെച്ചിട്ടൊന്നുമില്ല. വികസന സദസ്സ് എന്ന പേരിൽ ഒരു കലിംഗ് സംവാദം സംഘടിപ്പിച്ചിരുന്നു സുരേഷ് ഗോപി.
അതൊടുവിൽ കലിംഗ് കോലാഹലമായത് മിച്ചം. കലിംഗ് സംവാദം എവിടെ സംഘടിപ്പിച്ചാലും അതിലൊരു വിവാദം ഉണ്ടാക്കാനും കേന്ദ്രമന്ത്രിക്ക് സാധിച്ചു. ഒടുവിലത്തെ ഉദാഹരണം പറയാം. വോട്ടർമാരെ പ്രജകൾ എന്ന് വിളിച്ചതായിരുന്നു. പ്രജകളുടെ കന്നിപ്പാത്രം എന്നൊക്കെ പറഞ്ഞ് വോട്ടർമാരെ അധിക്ഷേപിച്ചുവെന്ന് വിമർശനമുയർന്നു. പ്രജാപ്രയോഗത്തിന് അദ്ദേഹത്തിന്റെ വിശദീകരണം രാഷ്ട്രീയം പറഞ്ഞത് വിവാദമാക്കാൻ കൂലി എഴുത്തുകാരെ നിയോഗിച്ചുവെന്നും അതിലൊന്നും ഭയമില്ല എന്നുമായിരുന്നു. 50 വർഷമായി നടക്കാത്ത കാര്യങ്ങൾ അടക്കം തന്റെ സംവാദ പരിപാടിയിൽ ചർച്ച ചെയ്തുവെന്നും പ്രജ എന്നെല്ലാമുള്ള വാക്കുകളാണ് എടുത്തു കാണിക്കുന്നത് എന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി. വീടിന് അപേക്ഷയുമായി വന്ന വൃദ്ധനെ ആക്ഷേപിച്ച് മടക്കി അയച്ചതും ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാൻ അപേക്ഷയുമായി എത്തിയ സ്ത്രീയോട് ഇനി എന്റെ നെഞ്ചത്ത് കയറിക്കോ എന്ന് പറഞ്ഞതും കലിംഗ് കോലാഹലത്തിലെ വിവാദങ്ങളാണ്. കലിംഗ് സഭ പാളീസായതോടെ അടുത്ത പരിപാടിയുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയിരുന്ന പഴയ സംവാദ പരിപാടിയായ SD കോഫി ടൈംസ് പൊടിതട്ടിയെടുക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കലിംഗ് സംവാദം തിരിച്ചടിയായതോടെയാണ് ഈ നീക്കം. തൃശൂരിലാണ് ആദ്യ 2 പരിപാടികൾ. ഇതിലൊന്ന് പുതൂർക്കരയിൽ കഴിഞ്ഞ ദിവസം നടക്കുകയും ചെയ്തു. അവിടെയും വിവാദം വിട്ടൊഴിയുന്നില്ല എന്നതിന്റെ തെളിവാണ് മെട്രോ വിവാദം. ഇനി അടുത്ത SD കോഫി ടൈംസ് എന്ത് വിവാദമാണോവോ ഉണ്ടാക്കുന്നത്? അടിക്കടി സുരേഷ് ഗോപി ഉണ്ടാക്കുന്ന വിവാദങ്ങളും സുരേഷ് ഗോപിയും ഇപ്പോൾ പാർട്ടിക്കും തലവേദനയാണ്. എയിംസ് അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹം ഉണ്ടാക്കിയ വിവാദങ്ങൾ പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും സുരേഷ് ഗോപി പാർട്ടിക്ക് മുകളിൽ സഞ്ചരിക്കേണ്ട എന്നൊക്കെയാണ് പാർട്ടിയിൽ ഉയർന്നിട്ടുള്ള വികാരം. എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാട് തള്ളി BJP നേതാക്കളായ MT രമേശും അഡ്വക്കേറ്റ് ശ്രീകാന്തുമൊക്കെ രംഗത്തെത്തിയതാണ്. സുരേഷ് ഗോപി പാർട്ടിക്ക് മുകളിൽ സഞ്ചരിച്ച് അഭിപ്രായങ്ങൾ പറയുന്നതിനെതിരെ പാർട്ടിക്കുള്ളിൽ പടയൊരുക്കം തുടങ്ങിയെന്നാണ് നേതാക്കളുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. പുതിയ സംസ്ഥാന പ്രസിഡന്റും മറ്റ് ഭാരവാഹികളുമെല്ലാം സുരേഷ് ഗോപിയുടെ പോക്കിൽ അതൃപ്തരാണ് എന്ന സൂചനയുമുണ്ട്. എന്തായാലും സുരേഷ് ഗോപി പറഞ്ഞ യാത്രാ ദുരിതത്തേക്കാൾ ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ പാർട്ടിക്കൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്.